ചട്ടമ്പി പാറു ഏപ്രിൽ 7 മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. സാർ എന്താ നേരം എന്നോട് ചിരിച്ചും കളിച്ചു നിന്നിട്ട് എന്നെ സ്നേഹിക്കുന്നു എന്നെ വിശ്വസിപ്പിച്ചിട്ട് എന്നെ ചതിക്കായിരുന്നല്ലേ നീ? എന്നെ, എന്റെ അച്ഛനെ, എന്റെ കുടുംബത്തിനെ, എന്റെ ബന്ധുക്കളെയൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതാക്കായിരുന്നു നീ. നിനക്ക് ഈ വേലക്കാരി പെണ്ണിന്റെ കൂടെ പൊറുക്കണമായിരുന്നെങ്കിൽ അത് പറയാമായിരുന്നില്ലേ നിനക്ക് എന്നോട്? പിന്നെ എന്തിനാ സൂര്യ കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്? I'm sorry. Shut up! സോറിയോ? പുടവ എടുക്കാൻ ഞാൻ കയറി വന്നപ്പോ ഇവള് സെലക്ട് ചെയ്ത് ഈ പുടവയാണ് നീ എന്റെ കൈകളിലേക്ക് എടുത്തു തന്നത്. അന്നേ ഞാൻ നിന്നെ സംശയിക്കണമായിരുന്നു. അന്നേ ഞാൻ നിന്നെ തിരിച്ചറിയണമായിരുന്നു. തീരുമാനിക്കപ്പെട്ട വിവാഹം പോലും മാറ്റിവെച്ച് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് നിന്നെ തേടി വന്നതാ ഞാൻ. ആ എന്നെ നീ ചതിച്ചെങ്കിൽ നിന്നെയും ഇവളെയും ഞാൻ വെറുതെ വിടില്ല. നീ കുറിച്ച് വെച്ചോ സൂര്യ. ഇന്ന് ഈ മണ്ഡപത്തില് മിത്ര അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ പകരം വീട്ടും. എന്റെ വീട്ടിൽ നീ വന്നപ്പോ നിന്നോട് ഞാൻ ചോദിച്ചതല്ലേ സൂര്യയുമായിട്ടുള്ള നിന്റെ റിലേഷൻ എന്താന്ന്? അന്ന് നീ പറഞ്ഞത് എന്താ?
അന്നം തരുന്നവൻ ദൈവമാണെന്ന് അല്ലടി? ഞാൻ ആഗ്രഹിച്ച ഈ ചരട് നിന്റെ കഴുത്തില് വീണിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേര് കൊലക്കയറെന്നാ. ഓർത്തോ നീ? മോളെ മിത്ര, നീ പോരുത്. അമ്മ പറയുന്നൊന്ന് കേക്ക്. എന്താ അമ്മയെന്നോ? നിങ്ങളോ അമ്മ? നിങ്ങളെ പോലൊരാളെ ആ വാക്ക് വിളിച്ച ആ വാക്ക് നാണിച്ച് തല താഴ്ത്തും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിയ രീതിയെ കുറിച്ച് ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയല്ലോ. എന്റെ വീട്ടിലേക്ക് വന്നപ്പോഴും അത് കഴിഞ്ഞ് ഒരുപാട് തവണ എന്നെ ഫോൺ ചെയ്തപ്പോഴും ഇതാണോ നിങ്ങളുടെ വളർത്തല്? സത്യം പറ, നിങ്ങളും കൂടി ചേർന്നല്ലേ ഈ ചതി നടത്തിയത്? മോളെ, അവൻ എന്തോ ബോധമില്ലായ്മയിൽ അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നേ ഉള്ളൂ. അല്ലാതെ സർ, അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം? എന്ത് പരിഹാരമാ പത്മ ഉദ്ദേശിക്കുന്നത്? ഈ നാണക്കേടിന് പകരം എന്താ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്? നിങ്ങളുടെ മകൻ കാണിച്ച ഈ പ്രവൃത്തിക്ക് എന്ത് പരിഹാരമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? വിശ്വനാഥന്റെ കുടുംബം നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ മക്കൾക്കും കാൽച്ചുവട്ടിലിട്ട് തട്ടിക്കളിക്കാനുള്ളതാണെന്ന് കരുതിയോ? വിവാഹം നടക്കാൻ വേണ്ടി എന്ത് കള്ളത്തരവും പറഞ്ഞു കൂട്ടുന്ന ഒരമ്മ, വിവാഹം മുടക്കാൻ വേണ്ടി ഏത് നിമിഷവും ശ്രമിക്കുന്ന സഹോദരിമാർ, അതിനിടയില് യാതൊരു അഭിപ്രായമില്ലാത്ത ഒരച്ഛൻ. ഇനി എല്ലാവർക്കും കൂടി തൊഴുതു പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. ക്ഷമിക്കണം, പൊറുക്കണം, സംഭവിച്ചു പോയി. പക്ഷെ അതുകൊണ്ടൊന്നും അടങ്ങുന്നവനല്ല ഈ വിശ്വനാഥൻ. അടിച്ചു പൊളിക്കണമല്ലോ. നേതാവിന്റെ വാക്ക് കേട്ട് പ്രതിഷേധിക്കുന്നൊക്കെ കൊള്ളാം. ഞാൻ താലികെട്ടി പെണ്ണിന്റെ ദേഹത്തോട്ടാ കൊന്നുകളെ ഞാൻ.